KPCC പുനഃസംഘടനയിൽ നേതൃത്വത്തോട് നേരിട്ട് അതിർത്തി അറിയിക്കാൻ കെ സുധാകരൻ തന്നെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നെന്നാണ് പരാതി. KC വേണുഗോപാലിനെ നാളെ കെ സുധാകരൻ നേരിട്ട് കാണും. വിവരങ്ങളുമായി സലിം മാലിക് ചേരുന്നു. സലിം, കെ സുധാകരൻ മാറണമെന്ന അല്ലെങ്കിൽ അദ്ദേഹത്തെ മാറ്റണം എന്ന ആവശ്യം ശക്തമാകുന്നതാണോ അദ്ദേഹത്തെ പ്രകോപിതനാക്കുന്നത്? എന്താണ് കെ സുധാകരൻ ഉദ്ദേശിക്കുന്നത്? സലിം, കാശ്മീർ സംസ്ഥാനത്ത് പുനഃസംഘടനാ ചർച്ചകൾ ചൂടുപിടിക്കുന്നതിനിടെയാണ് നിർണായകമായ കെ സുധാകരൻ KC വേണുഗോപാൽ കൂടിക്കാഴ്ച. അത് നാളെ നടക്കും. നിലവിൽ സംസ്ഥാനത്ത് നടക്കുന്ന ചർച്ചകളിലാകെ അസ്വസ്ഥനാണ് കെ സുധാകരൻ എന്നാണ് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. മാത്രമല്ല, അതിലെ അതൃപ്തി ഇതിനോടകം തന്നെ ഹൈക്കമാൻഡിനെ അറിയിച്ചു കഴിഞ്ഞു. ആ അതൃപ്തി KC വേണുഗോപാലിലൂടെ ഹൈക്കമാൻഡിനെ നേരിട്ട് അറിയിക്കുക എന്നുള്ളതാണ് പുതിയ കൂടിക്കാഴ്ചയുടെ വിഷയം. തന്നെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് കെ സുധാകരന്റെ പരാതി. പുനഃസംഘടനയ്ക്ക് വേണ്ടിയാണോ, തന്നെ മാറ്റാൻ വേണ്ടിയാണോ ദീപാദാസ് മുൻഷി ഓരോ നേതാക്കളെയും നേരിൽ കാണുന്നത് എന്ന് തന്നോട് പറയണം എന്നുള്ളതാണ് കെ സുധാകരന്റെ ആവശ്യം. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ദീപാദാസ് മുൻഷി സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ദീപാദാസ് മുൻഷി നേതാക്കളുമായി ചോദിച്ചത് ഈ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. സംസ്ഥാനത്ത് ഒരു പുനഃസംഘടന വേണോ, ഈ നിലയിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ വിജയം ഉണ്ടാകുമോ എന്നീ രണ്ട് ചോദ്യങ്ങൾ മാത്രമായിരുന്നു നേതാക്കളുമായുള്ള ദീപാദാസ് മുൻഷിയുടെ കൂടിക്കാഴ്ചയിൽ ഉണ്ടായിരുന്നത്. അത് ഏത് സാഹചര്യത്തിലാണ് എന്നുള്ളതാണ്. തന്നെ അറിയിക്കാതെ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പുനഃസംഘടനാ തീരുമാനം എന്നുള്ളതാണ് കെ സുധാകരന്റെ പരാതി. നേരത്തെ പരസ്യമായി KPCC അധ്യക്ഷ സ്ഥാനം ഒഴിയാമെന്ന കെ സുധാകരൻ മാധ്യമങ്ങളിലൂടെ പറഞ്ഞെങ്കിലും KPCC അധ്യക്ഷ സ്ഥാനത്ത് തുടരാൻ തന്നെയാണ് അദ്ദേഹത്തിന് താല്പര്യം. അത് അദ്ദേഹം പലകുറി നേതൃത്വത്തെ വ്യക്തമാക്കിയതുമാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരെയെങ്കിലും തന്നെ തുടരാൻ അനുവദിക്കണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ അഭിപ്രായം. മാത്രമല്ല, അതിൽ പ്രധാനപ്പെട്ട കാര്യം അതല്ല, തന്നെ മാത്രം ഒഴിവാക്കുകയാണെങ്കിൽ പ്രതിപക്ഷ നേതാവിനെ കൂടി മാറ്റണം. അതല്ലെങ്കിൽ താൻ മാത്രം എന്തുകൊണ്ട് ഉപതെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചിട്ടും താൻ മാത്രം എന്തുകൊണ്ട് പുറത്തു പോകുന്നു എന്നുള്ളൊരു ധ്വനി കെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പക്ഷേ അദ്ദേഹത്തിന് അനാരോഗ്യം മൂലം സംഘടന ചലിപ്പിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് കെ സുധാകരനെ മാറ്റണം എന്നാവശ്യപ്പെടുന്നവരുടെ പ്രധാനപ്പെട്ട പരാതി. അതുകൊണ്ട് ഇതിൽ ഹൈക്കമാൻഡ് വളരെ ചുരുക്കത്തിൽ തന്നെ ഒരു തീരുമാനത്തിലേക്ക് എത്തും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന്റെ ഭാഗമായാണ് ഡൽഹിയിലേക്ക് മടങ്ങിയ ശേഷം ഒറ്റ ദിവസത്തിനുള്ളിൽ ദീപാദാസ് മുൻഷി തിരികെ നാട്ടിലേക്ക് എത്തിയത്. തിരികെ നാട്ടിലേക്കെത്തി വീണ്ടും ആ ചർച്ചകൾ നടത്തുകയാണ്, നേതാക്കന്മാരുമായി കൂടിയാലോചന നടത്തുകയാണ്. സംസ്ഥാനത്തെ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും ദീപാദാസ് മുൻഷി ഒറ്റയ്ക്കൊറ്റയ്ക്ക് കണ്ടെങ്കിലും കെ സുധാകരനെ കണ്ടിരുന്നതുമില്ല. അതുകൊണ്ട് തന്നെയാണ് കെ സുധാകരൻ ഈ വിഷയത്തിൽ വലിയ അതൃപ്തിയുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഹാഷ്മി, ഓക്കെ. സലിം മാലിക്കാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. നേതൃത്വത്തെ AICC ഒക്കെ നേരിട്ട് അദ്ദേഹത്തിന്റെ പരാതി ബോധിപ്പിക്കാൻ ഒരുങ്ങുന്നു കെ സുധാകരൻ.